ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ കിട്ടിയ അവസരത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്നോട് ചെയ്ത ആ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. മണിക്കൂറുകൾ ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല. എങ്കിലും ഞാൻ ചുരുക്കിയൊക്കെ പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തുടങ്ങുന്നു. 66-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് വന്ന് കേൾപ്പീൻ എന്ന്, എൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് വന്ന് കേൾപ്പാൻ തക്കവണ്ണം സർവ്വജനത്തോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ പേര് സുദർശനൻ എന്നാണ്. ഞാൻ വർക്കല പട്ടണത്തിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. 2002 ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിച്ച് വളർന്ന് ആ ആചാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ ആചാരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്തനായിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ക്രിസ്ത്യാനികളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം 33 കോടി ദൈവങ്ങളെ പേരാണ് പറയുന്നത്. എല്ലാ പേരും നമുക്കറിയത്തില്ല, കുറച്ച് പേരുകളൊക്കെ അറിയാവൂ. അപ്പോൾ ആ ആചാരപ്രകാരം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ജീവിതമായിരുന്നു. ആർക്ക് എന്ത് ചെയ്താലും എന്ത് ഉപകാരം ചെയ്താലും അതെല്ലാം ദോഷമായി ഭവിക്കുന്ന ഒരനുഭവമായിരുന്നു. സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 7 മക്കളിൽ ഞാൻ 6ാമത്തെ ആളാണ്. എനിക്ക് തലമൂത്ത 3 ചേച്ചിമാരും 2 ജ്യേഷ്ഠന്മാരും എൻ്റെ ഇളയ ഒരു സഹോദരൻ അനിയനുമുണ്ട്. അങ്ങനെ 7 പേരാണ്. 7 പേരിൽ ഈ എൻ്റെ സഹോദരങ്ങൾ 6 പേർക്കും എൻ്റെ തലമൂത്ത 5 പേർക്കും പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിനപ്പുറം പഠിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ ഇളയ അനിയൻ 7-ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കാൻ അവന് അവസരം ലഭിച്ചു. ഈ 5 പേരെയും പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും 6ാമതായ എന്നെ സ്കൂളിൽ ചേർക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ എനിക്കൊരു 8 വയസ്സൊക്കെ പ്രായമായ സമയങ്ങളിൽ വീട്ടിൻ്റെ പരിസരങ്ങളിലുള്ള അയൽവാസികൾ അച്ഛനും അമ്മയും ശല്യം ചെയ്യാൻ, എന്നുവെച്ചാൽ എന്നെക്കുറിച്ച് എൻ്റെ അനിയനെക്കുറിച്ചും പറഞ്ഞിട്ട് അവത്തുള്ള ഭാവി ഇല്ലാതാക്കിയാണ് 5 അക്ഷരം പഠിപ്പിക്കാൻ സ്കൂളിൽ കൊണ്ടാക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ഇവർ ശല്യം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അയൽവാസികളുടെ വായ മൂടാൻ വേണ്ടി മാത്രം 8 വയസ്സ് പ്രായമായ എന്നെ, അല്ലെങ്കിൽ 2 വയസ്സ് കുറച്ച് 6 വയസ്സിൽ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു. എൻ്റെ അനിയനെയും കൂടെ ഒത്ത് സ്കൂളിൽ കൊണ്ട് ചേർക്കാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം എന്നെ ആ പ്രായത്തിൽ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തത് കൊണ്ട് എൻ്റെ പ്രായത്തിനൊത്തവണ്ണം ചെറിയ ചെറിയ ജോലികൾ, ഞാൻ വട്ടത്താമര ഇല പറിച്ച് 100 വീതം അടുക്കി കെട്ടി സ്കൂളിൽ പോകുമ്പോൾ വട്ടിയിൽ വെച്ച് കൊണ്ടുപോയി വിറ്റും, ആ പൈസയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ച് വറുത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് റോട്ടിൽ കൊണ്ടുവന്ന് കപ്പലണ്ടി കച്ചവടം ചെയ്തും ഒക്കെ ചെറുപ്രായത്തിനൊത്തവണ്ണം ഓരോരോ ജോലികൾ ചെയ്ത് 10-ാം ക്ലാസ് വരെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് പഠിക്കാൻ ദൈവം ഭാഗ്യം നൽകി. എൻ്റെ അനിയൻ 7-ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. തുടർന്ന് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞ് ട്യൂട്ടോറിയലിലേക്ക് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് എനിക്ക് കഴിഞ്ഞില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8-ാം സ്റ്റാൻഡേർഡ്, 9-ാം സ്റ്റാൻഡേർഡ്, 10-ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വയമായിട്ട് ഒരു ചായ കച്ചവടം നടത്തിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പഠിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിത്തത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. വെറും അറ്റൻഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ 10-ാം ക്ലാസ് വരെ 10-ൽ ചെന്നപ്പോൾ തോറ്റുപോയി. തുടർന്ന് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് പഠിക്കാൻ പ്രൈവറ്റിൽ പോയി പഠിക്കണമെങ്കിൽ അതിന് പൈസ തന്ന് സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഇല്ലാതെ വന്നതുകൊണ്ട്
തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടുവേല ചോദിച്ചു. ആ വീട്ടുവേലയ്ക്ക് അവർ വീട്ടുവേല തരാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ വീട്ടുവേല തരാൻ തയ്യാറായ അവിടുത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോവുകയാണ്, ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകണം, പഠിത്തം കഴിഞ്ഞിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് വെച്ച് നിങ്ങളെ ജോലിയെല്ലാം ചെയ്യുക, അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നിട്ട് ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ സ്കൂളിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജോലി തരാൻ തയ്യാറായില്ല. അങ്ങനെ ഹല്ലേലൂയ ഒരു സുഹൃത്തുമായിട്ട് ബോംബെയിൽ പോയി ഒരു കമ്പനിയിൽ 89 ദിവസം ജോലി ചെയ്ത് 90 ദിവസം അവർ ജോലി തരത്തില്ല. പിന്നെ ജോലിയില്ലാതൊക്കെ നിന്ന് അവിടെ വെച്ച് രോഗവും അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് തിരിച്ച് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മേശന്മാരോടെ കയ്യാളായിട്ട് ജോലിക്ക് പോയി. ജോലി ചെയ്ത് പെട്ടെന്ന് ജോലി പഠിച്ചു. നാട്ടിലൊരു കോൺട്രാക്ടറായിട്ട് മാറി. ഈ കോൺട്രാക്ടറായിട്ട് മാറി അങ്ങനെ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ചെയ്യാൻ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ജോലി ചെയ്ത് എനിക്ക് ബുക്ക് മേടിപ്പ്, എൻ്റെ ഡ്രസ്സ് മേടിപ്പ്, എൻ്റെ സ്കൂളിലെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൈത്താങ്ങ് ആയിട്ട് പൈസ കൊണ്ട് കൊടുത്ത് അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഒരു കിണറിൻ്റെ ജോലിയാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. 37 തൊടി ആഴമുള്ള കിണറിൻ്റെ ജോലിയെടുത്ത് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കിണറിൻ്റെ കഴുത്ത് കെട്ടി അകത്ത് തേച്ച് കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൂടെ നിന്ന ലേബർ ഭക്ഷണം കൊണ്ടുവന്ന് ഏണിയും കൊണ്ടുവന്നിട്ട് കയറി വരാൻ പറയുന്നു. ഞാൻ ഏണിയില്ലാതെ കയറാമെന്നും പറഞ്ഞ് ഈ 1 ഇഞ്ച് വീതിയുള്ള പടിയിൽ കാല് വെച്ച് പുതിയ തേപ്പിന് കേടുവരാതെ മുകളിൽ കയറി വരുമ്പോൾ 2 സൈഡിലും 7 വെട്ടുകൾ ഇങ്ങനെ കെട്ടി തൂങ്കട്ടി 2 കെട്ടി വെച്ചിരുന്ന തൂങ്കട്ടിയിൽ അകത്ത് നിന്നുകൊണ്ട് ഒരു തൂങ്കട്ടിയിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് അല്ലെങ്കിൽ കാലെടുത്ത് മുകളിലോട്ട് വയ്ക്കാനും 7 വെട്ടുകല്ലും തൂങ്കട്ടിയും കൂടെ കിണറ്റിലോട്ട് മറിഞ്ഞു. സ്തോത്രം. ഈ വെട്ടുകല്ലും ഞാനും കൂടെ ആ കിണറ്റിനകത്ത് വീണു. പക്ഷേ അല്ലെങ്കിൽ ആ ചാരം, ഞാൻ ഇട്ട ചാരമാണ്, ആ ചാരത്തിനകത്ത് അല്ലെങ്കിൽ ഈ വെട്ടുകല്ല് വീണപ്പോൾ ഒരു തടി തിരിച്ച് വന്ന് എൻ്റെ കാലിനകത്ത് കുത്തു കയറി. അപ്പോൾ ആ തടി കുത്തിക്കയറിയ തടിക്കകത്ത് ഞാൻ കുടുങ്ങി ചാരത്തിൽ കിടന്നു. വെട്ടുകല്ലും ബാക്കി തടി തണ്ടൊക്കെ താഴെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷേ വേഗത്തിൽ കര നിന്നവർ ഏണി ഇറക്കിയോ തൊട്ടി ഇറക്കിയോ കുട്ട ഇറക്കിയോ എങ്ങനെ എന്നെ പെട്ടെന്ന് കരയെ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. അല്ലെങ്കിൽ 2 മാസം പിന്നെ എൻ്റെ കാലിനൊക്കെ അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇപ്പോഴും കാണിക്കാനുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. അങ്ങനെ കുറേ ചികിത്സയും കാര്യങ്ങളായിട്ട് കിടന്ന് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലെ കഷ്ടത കാരണം വീണ്ടും പണിക്കിറങ്ങി. ഒരു കോൺട്രാക്റ്റിൻ്റെ കൂടെ പണിക്ക് പോകാൻ തുടങ്ങി. അന്ന് നമ്മളവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ കെയർ ഓഫിൽ പോകുന്ന ഒരു പണിസ്ഥലത്ത് 2 നില കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് 2 നില കെട്ടിടം ബാക്ക് സൈഡിലുള്ള റൂമിൻ്റെ ഏറ്റവും മുകളിലുള്ള എയർ ഹോളിനകത്ത് ചെറിയ മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി ഒരു പണി. ആ പണി താഴെ അതിൻ്റെ നേരെ താഴെ സെപ്റ്റി ടാങ്ക് എടുത്ത് കുഴിയെടുത്ത് കാങ്കറ്റിട്ട് ചെവിര് കെട്ടിയിട്ടിരിക്കുന്നു. സ്ലാബുകൾ വാർത്ത് മുകളിലിട്ടേക്കുന്നു. അകത്ത് ആ ടാങ്ക് തേക്കുക, സ്ലാബ് പിടിച്ചിടുക, ഫിനിഷിങ് വർക്കാണ്. എൻ്റെ കൂടെ ഒരു ലേബറുണ്ട് ഹല്ലേലൂയ. അപ്പോൾ 2 നിലയുടെ മുകളിലുള്ള എയർ ഹോളിൻ്റെ പണി തീർക്കണമെങ്കിൽ ചാരമിട്ട് കയറിയ ഒരു ദിവസത്തെ മെനക്കേടാണ്. അപ്പം ഞാൻ കൂടെ നിന്ന് ലേബറിൻ്റെ അടുത്ത് പറഞ്ഞ് അനിയ ഒരു കാര്യം ചെയ്യ്, ഒരു 1.25 അടി സെൻസേഡ് വാർത്തിട്ടുണ്ട്, അതിലിരുന്ന് കൊണ്ട് ഞാൻ ഈ മെയിൻ്റനൻസ് പണി തീർത്തിട്ട് ഇറങ്ങാം. മഴ സമയമായിരുന്നു. അപ്പോൾ ഈ ടാങ്കിനകത്ത് മഴവെള്ളം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ ലേബറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഈ പണി തീർത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് നീ ആ ടാങ്കിനകത്ത് ഇറങ്ങി വെള്ളം കോരി മാറ്റി റെഡിയായിട്ട് ചാന്തൊക്കെ റെഡിയാക്കി ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങുക, നമുക്ക് ആ പണി തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1.25 അടി സെൻസേഡിലിരുന്ന് എയർ ഹോളിനകത്തുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സിമൻറ്റ് കൂടുതലുള്ള ചാന്തായിരുന്നു. മെയിൻ്റനൻസ് പണിക്കൊക്കെ എപ്പോഴും അങ്ങനെ. അല്ലെങ്കിൽ ഈ തേപ്പ് വല ഇട്ട് ഇങ്ങനെ ചുറ്റി തേക്കുന്ന സമയത്ത് തേപ്പ് വലക നല്ലപോലെ ഒന്ന് കടുത്ത് നല്ല പശയുള്ള സിമൻ്റ് ആയതുകൊണ്ട് അതിൽ കടുത്തതാണ്. ഞാൻ ഒന്നും പരിസരം ബോധം ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഞാൻ നേരെ മറിഞ്ഞ് സെപ്റ്റി ടാങ്കിനകത്ത്. അവിടെയും ദൈവം എന്നെ സൂക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഈ ലേബർ ഇറങ്ങി കുഴിക്കകത്തിരുന്ന് വെള്ളം കോരി കൊച്ചു ബക്കറ്റ് കോരി വലിയ ബക്കറ്റ് നിറച്ച് ഇങ്ങനെ മാറ്റി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന അവൻ്റെ മുതുകിൽ കൂടെയാണ് ഞാൻ ചെന്ന് വീണത്. എൻ്റെ ഉച്ചി അവൻ്റെ മുതുകിലിടിച്ചു, ഇടിവശമൊക്കെ ചെവിരിലിടിച്ചു. 2 പേർക്കും പരുക്കോട് കൂടി ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ അവിടെയും ദൈവം എന്നെ രക്ഷിച്ചു. ഇതേപോലെ 7 അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു.
ഈ 7 അപകടങ്ങളിൽ സ്വർഗത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചു. അല്ലെങ്കിൽ വളരെ കഷ്ടതയിലും പ്രയാസത്തിലും കിടന്ന് ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ ജോലിയെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയപ്പോൾ അല്ലെങ്കിൽ ആ സ്വത്രം ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ആ ഗൾഫിൽ പോയ സ്ഥലത്ത് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ എനിക്ക് ആ കമ്പനിയിൽ വിസ എടുത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ കമ്പനി മോശമാണെങ്കിലും ശമ്പളം 10 മാസത്തെ ശമ്പളം കുടിശ്ശികയുണ്ടെങ്കിലും അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കൊണ്ടുപോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ജ്യേഷ്ഠനെ കൂടെ അവിടെ കൊണ്ടുപോകാൻ ഭാഗ്യം ലഭിച്ചു. അവസരം കിട്ടി. 2 വർഷം അവിടെ നിന്ന് കമ്പനി ശമ്പളമൊന്നും തരാത്ത മോശപ്പെട്ട കമ്പനിയായിരുന്നു. അക്കോമഡേഷൻ നല്ലതില്ല. തകട് കൊണ്ടടിച്ച അക്കോമഡേഷനകത്ത് താമസിക്കുന്നു. തറയൊന്നും കോൺക്രീറ്റ് ഇട്ടല്ല, വെറും മണ്ണും പൊടിയാറ്റൊക്കെയുള്ള അക്കോമഡേഷനും കാര്യങ്ങളും വളരെ മോശപ്പെട്ട. എന്നാലും സഹിച്ച് നിന്നു. 2 വർഷം അവിടെ നിന്നപ്പോൾ 10 മാസത്തെ ശമ്പള കുടിശ്ശികയാണ്. പിന്നെ അവിടെ വിസ പുതുക്കാൻ നിന്നില്ല. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരുന്നു. ആ സമയത്ത് എൻ്റെ വിവാഹം നടക്കുന്നു. ഞാൻ 1 രൂപ പോലും സ്ത്രീധനം മേടിക്കാതെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തു കുടുംബജീവിതം നയിക്കുന്ന ഒരു അനുഭവത്തിൽ കടന്നുപോയി. അത് കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീണ്ടും എനിക്ക് മസ്കറ്റിൽ സൗദി അറേബ്യയിൽ പോകാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു സെൻറ്റ് ഭൂമിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് 1 സെൻറ്റ് ഭൂമിയില്ല. ഞങ്ങളങ്ങനെ ഒരു മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെട്ടിയാണ് ഞങ്ങൾ ആകെ സമ്പത്ത്. അതിനകത്ത് ഞങ്ങളെ ഡ്രസ്സുകളും വെച്ച് 15 ദിവസം ഒരു സഹോദരിയുടെ വീട്ടിൽ, 15 ദിവസം വേറൊരു സഹോദരിയുടെ വീട്ടിൽ. ഒരു സഹോദരിയുടെ വീട്ടിൽ നമ്മൾ പോയി നിൽക്കുമ്പം 1 ദിവസം അവർക്ക് പൈസ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവരൊന്നും ചോറ് വയ്ക്കത്തില്ല, അല്ലെങ്കിൽ കറി വയ്ക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ്. ഇതെല്ലാം സഹിച്ച് ജീവിച്ച് അവസാനം അല്ലെങ്കിൽ ഒരു ലോണൊക്കെ എടുത്ത് ഒരു ചെറിയ സ്ഥലം മേടിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭാര്യയുടെ ആൾക്കാരെല്ലാവരും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ ഒരു കൊച്ചു വീട് വെച്ച്, ഒരു കെട്ടിയ ഒരു വീട് വെച്ച്, അല്ലെങ്കിൽ വാതിൽ ജനലൊന്നും ഇല്ലാതെ ഒക്കെ ഒരു വീട് വെച്ച് അവിടെ സ്വന്തമായിട്ട് താമസമായി. പിന്നെ സൗദി അറേബ്യയിൽ പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ സ്ഥലവും വീടും കൂടെ ബലാധാരമായിട്ടൊരു വ്യക്തിക്ക് 3 രൂപ പലിശയ്ക്ക് എഴുതി വെച്ച്, പ്രമാണം എഴുതി വെച്ചിട്ട് പുള്ളിയുടെ നിന്ന് 25,000 രൂപ മേടിച്ച് ഗൾഫിൽ സൗദി അറേബ്യയിൽ പോകുന്നു. ഈ സൗദി അറേബ്യയിൽ പോയ യാത്രയിലും പരാജയമായിരുന്നു. നല്ല കമ്പനി നല്ല അറബിയൊക്കെ ആണെങ്കിൽ ജോലിയില്ല, ജോലി ഉള്ളപ്പോഴേ പൈസയുള്ളൂ. അങ്ങനെ 2 വർഷം കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പോയ കടം തീർത്തെന്നല്ലാതെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടിൽ വന്ന് വീട്ടിൽ അച്ഛനും അമ്മയായിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ച് പോകത്തക്ക രീതിയിൽ നാട്ടിൽ വരുന്നു. നാട്ടിൽ വരുന്ന സമയത്ത് കുവൈറ്റ് ഇറാഖ് യുദ്ധം തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ വന്നതിലും പോയതിലും കുറേ ബാധ്യത കടഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് കുവൈറ്റ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ജീവനോടെ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെ ചെന്ന് കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് എല്ലാവരെയും 6 മാസത്തേക്ക് നാട്ടിൽ വിടുന്നു. അറബി എൻ്റെ അടുത്ത് പറയുന്നത് നീയും പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വന്തം ടിക്കറ്റിലോണ് വരാം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പോകാൻ നിവർത്തിയില്ല, ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അറബി പറഞ്ഞു പോയാലും കൊള്ളാം പോയില്ലെങ്കിലും കൊള്ളാം, പക്ഷേ നാളെ തൊട്ട് എൻ്റെ വീട്ടിൽ വന്ന് കിടക്കാൻ റൂമില്ലെന്നോ ആഹാരമില്ലെന്നോ പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന് അറബി എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ബാക്കിയുള്ളവർ കമ്പനിയിലുള്ളവരെല്ലാം 4-5 വർഷമായവർ പൈസയും കാര്യങ്ങളായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരെല്ലാവരും പോകുക. അപ്പോൾ എൻ്റെ അടുത്ത് കൂടെ നിന്നവരൊക്കെ പറഞ്ഞു അനിയൻ വാ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും ഉത്സാഹിപ്പിച്ചെങ്കിലും ഞാൻ അതിനൊന്നും തയ്യാറായില്ല. ഞാൻ പറഞ്ഞ് നാട്ടിൽ പോയാലും എനിക്ക് വൻ കടവും കാര്യങ്ങളായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയാലും മരിക്കണം, ഇവിടെ നിന്ന് മരിക്കണമെങ്കിൽ അങ്ങനെ ആകട്ടെന്ന് വിചാരിച്ച് അവരെല്ലാവരും പറഞ്ഞു വിട്ടു. ഇപ്പോൾ അറബി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അറബിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിൽ വരത്തില്ല, നിന്നെ ശല്യം ചെയ്യാൻ ഒന്നിനും വരത്തില്ല, പക്ഷെ പുറത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ ഞാൻ പോയി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു അല്ലേ കുഴപ്പമില്ല, എനിക്ക് മാബി മുഷ്കിലാണ്, നീ പോയി ചെയ്തോളാൻ പറഞ്ഞു. കമ്പനിയിൽ നിന്ന് അങ്ങനെ അന്ന് അറബിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേട്ട് അന്ന് ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി സൗദി അറേബ്യയിൽ റിയാദ് പട്ടണം മൊത്തം കയറി ഇറങ്ങി നടന്ന് അവിടെ അങ്ങ് അറബികളില്ല, വിദേശികളില്ല, റോഡെല്ലാം ഫ്രീ ആണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കണം, മിസൈൽ അല്ലെങ്കിൽ റിയാദിൽ അയക്കുമെന്നുള്ള ഭയപ്പെടുത്തലുകൊണ്ട് റിയാദിലുള്ള ജനങ്ങളെല്ലാം മക്കയിലും മദീനയിലേക്ക് പോയി അങ്ങനെ വിജനമായി കിടക്കുന്നിടത്ത് ജോലി കിട്ടത്തില്ലെന്ന് അറബിക്കറിയാം. അതുകൊണ്ട് അവൻ പോകാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ തിരക്കി അന്വേഷിച്ച് ഒരു 10-100 ആൾക്കാരെ കണ്ട് ചോദിച്ച് പറഞ്ഞ് ഞാൻ ഒരു ജോലി സ്ഥലം കണ്ടെത്തി. ജോലി സ്ഥലം എന്ന് പറയുന്നത് ഈ യുദ്ധം ചെയ്യുന്ന മിലിറ്ററിക്കാർക്ക് പട്ടാളക്കാർക്ക് ആഹാരം പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. ആ സ്ഥലം കണ്ടെത്താൻ ഒരുപാട് ഭയങ്കര ദൂരമാണ്. 4-8 റിയാൽ വണ്ടിക്കൂലി വേണം. അതിൽ എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. അപ്പം ഞാൻ 4 റിയാൽ ദൂരത്തിൽ നടക്കും,
4 റിയാൽ ദൂരത്തിൽ വണ്ടിയിൽ പോകും. അങ്ങനെയൊക്കെ പോയി കണ്ടെത്തിയപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ ഒരു 10,000 അല്ല വർക്ക്ഷോപ്പ് കിടക്കുന്ന ഒരു ഏരിയയിൽ ഒരൊറ്റ വർക്ക്ഷോപ്പിൽ ഈ ഒരു ആഹാരം പാക്ക് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. പക്ഷേ അവിടെ 3 ഷിഫ്റ്റാണ്. പകലുള്ള 2 ഷിഫ്റ്റിലും ആൾ ഫുള്ളാണ്. രാത്രിയില്ല ഷിഫ്റ്റിൽ വേക്കൻസി ഉണ്ട്. സ്വോത്രം ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, ഈ രാത്രിയുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് തണുപ്പ് സമയമാണ്. ജനുവരി ഡിസംബർ മാസത്തിൽ തണുപ്പ് സമയമുണ്ട്. രാത്രി ആരും വരത്തില്ല. അതുകൊണ്ടാണ് അവിടെ വേക്കൻസി ഉള്ളത്. ഞാൻ ആ രാത്രി ഷിഫ്റ്റിൽ പണിക്ക് കയറാൻ തയ്യാറായി. അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്ത് 1 മാസം അവിടെ ജോലി ചെയ്ത് എൻ്റെ പരിചയത്തിൽ കിടന്ന് കുറച്ച് ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് പണിക്ക് കയറ്റി 1 മാസം ജോലി ചെയ്ത് കിട്ടിയ 1500 റിയാൽ എനിക്ക് കിട്ടി. ഈ 1500 റിയാൽ കൊണ്ട് കുവൈറ്റ് ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അത്തിക്ക എന്ന് പറയുന്ന മാർക്കറ്റിനകത്ത് യമനികൾ ഉപേക്ഷിച്ച് പോയ കടകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ആ കടയിൽ 1 കിലോ ചില്ലറ വിൽക്കുന്ന ഫ്രൂട്ട് ചില്ലറ വിൽക്കുന്ന ഒരു സ്റ്റാളിനകത്ത് ഈ പൈസ കൊണ്ടൊന്നും മുതൽ മുടക്കി ഞാനൊരു ബിസിനസ് തുടങ്ങി. അറബിയുടെ അടുത്ത് പോയി അനുവാദം ചോദിച്ചില്ല, മുനിസിപ്പാലിറ്റി പോയി അനുവാദം ചോദിച്ചില്ല. എന്ത് വന്നാലും ചാവാൻ തയ്യാറായിട്ട് നിൽക്കണം, മരണമേ മുന്നിലുള്ളൂ. ആ നിലവാരത്തിൽ അവിടെ നിന്ന് ബിസിനസ് രായും പകലില്ലാതെ എന്ന് വെച്ചാൽ ഞാൻ ഉള്ളിലുള്ള കടയായതുകൊണ്ട് ചുറ്റുപാടിയിരിക്കുന്ന കടകൾ അടച്ചതിന് ശേഷം എനിക്ക് കച്ചവടം കിട്ടത്തുള്ളൂ. അവരെല്ലാം കട തുറക്കുന്നതിന് മുമ്പ് തുറന്നെങ്കിൽ എനിക്ക് കച്ചവടം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രായും പകലും ഇല്ലാതെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്ത് എൻ്റെ കടങ്ങൾ തീർത്ത് എൻ്റെ കുടുംബത്തിലുള്ള സഹോദരങ്ങളെ ഗൾഫിൽ കൊണ്ടുപോയി, ഭാര്യ കുടുംബത്തിലുള്ളവരെ കൊണ്ടുപോയി, എൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോയി, 10-100 ആൾക്കാരെ ഫ്രീ വിസ എടുത്ത് കൊണ്ടുപോയി ഒക്കെ കരകയറ്റാൻ എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി വേറൊരു ബിസിനസ് ഇങ്ങനെ മാറി പല ബിസിനസ്സുകൾ ചെയ്ത് ചിട്ടി പാട്ടം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്ത് നാട്ടിൽ ഞാൻ 5 സ്ഥലത്ത് സ്ഥലം മേടിച്ചു. പുതിയ അംബാസഡർ കാർ ഒരാൾ മേടിച്ച ആളിന് 50,000 രൂപ മാർജിൻ കൊടുത്ത് പുതിയ കാർ മേടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനെ സഹായിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു വീട് 2 വീട് NH റോഡിനകത്ത് റോഡ് സൈഡിൽ 8 സെൻറ്റ് സ്ഥലവും ഒരു വീടും ചെറിയ കുളിമുറി കക്കൂസ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ഹല്ലേലൂയ ഈ 2 പാക്കറ്റ് നിറയെ റിയാൽ കെട്ടുകളുമായിട്ട് ജീവിക്കുന്ന കോടീശ്വരനായിട്ട് ദൈവം എന്നെ മാറ്റി. സ്തോത്രം. എൻ്റെ ഭാര്യ മക്കളുമായിട്ട് ഞങ്ങൾ സൗദി അറേബ്യയിൽ കുടുംബമായിട്ട് ജീവിച്ചു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എപ്പോഴും നാട്ടിൽ വരും, ടൂറിസ്റ്റ് വണ്ടി വിളിക്കും, കുടുംബക്കാരെയും കയറ്റി ഓരോരോ അമ്പലങ്ങളിൽ പോക്കായിരുന്നു എൻ്റെ ജോലി. അച്ചക്കുളത്ത് കാവ്, അല്ലെങ്കിൽ പളനി, ഇങ്ങനെയൊക്കെയുള്ള തമിഴ്നാട്ടിലും കേരളത്തിലുള്ള അമ്പലങ്ങളിൽ പോവുക. ഈ 3 വിരൽ കൊണ്ട് ഇങ്ങനെ കുറിയിട്ടാലേ എനിക്ക് തൃപ്തി വരുള്ളൂ. അങ്ങനെ ഒരു പോറ്റിമാരെ കാലം ഇതാണ്. ഞാൻ വെളിയിലോട്ട് അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നാൽ എന്നെ ആൾ തിരിച്ചറിയത്തില്ല. മഞ്ഞക്കുറി കാണും, പച്ചക്കുറി കാണും, അല്ലെങ്കിൽ എന്തെല്ലാം ചന്ദന കളർ വെച്ചിട്ടുണ്ടോ അതെല്ലാം 3 വിരൽ കൊണ്ട് തൊട്ട് കുറിയിടുന്ന ഭക്തനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരുന്ന് ഇത് പറയുമ്പോൾ എൻ്റെ ബിസിനസ് മേഖലകളെ ദൈവം കൊടുങ്കാറ്റടിക്കും പോലെ 2 വർഷം കൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ നഷ്ടത്തിൽ കൂടെ ബിസിനസ്സുകൾ നടത്തി വൻ കടക്കാരനായിട്ട് ഞാൻ മാറി. അവസാനം ഈ സ്ഥാപനങ്ങൾ വിറ്റ് എൻ്റെ സ്ഥാപനങ്ങളിൽ സ്വന്തമായ അറബികളെ ശമ്പളത്തിനിരിക്കുന്ന അറബികളെ ഒരു സ്ഥാപനത്തിൽ അറബിയെ ശമ്പളത്തിന് ഇരുത്തണമെന്നുള്ള നിയമം അവിടെ ഉള്ളതുകൊണ്ട് അറബികളെ പോലും സ്ഥാപനത്തിന് ശമ്പളത്തിൽ ഇരുത്തിയിരിക്കുന്ന നിലവാരത്തിൽ അറബികൾ പോലും ജോലി ചെയ്യുന്ന നിലവാരത്തിൽ ബിസിനസ്സുകാരനായിട്ട് ഞാൻ മാറി. അല്ലെങ്കിൽ രായും പകലും അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റ് നിറയെ റിയാൽ കെട്ടാണ്. ആൾക്കാർ നാട്ടിൽ അയക്കാൻ കൊണ്ട് തരുന്നത്, സൂക്ഷിക്കാൻ തരുന്നത്, അല്ലെങ്കിൽ കൈമാറാൻ തരുന്നത് എല്ലാം എൻ്റെ കൈ. ആരെങ്കിലും പൈസ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണാം. പലരും വന്ന് പല ആവശ്യങ്ങൾ എന്നെ പറ്റിക്കാൻ വന്നവരും യഥാർത്ഥമായി വന്നവരും അല്ലെങ്കിൽ ചതിക്കാൻ വന്നവരായിട്ട് പലരും വന്ന് അമ്മയ്ക്ക് സുഖമില്ല, വിസ അടിക്കാൻ പൈസയില്ല, നാട്ടിൽ പോകാൻ നിവർത്തിയില്ല, വലിയ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പോക്കറ്റിൽ കൈയിടും. അവർ ചോദിക്കുന്ന പൈസ എടുത്തു കൊടുക്കും. ഇത് എപ്പോൾ തിരിച്ചു തരുമെന്നോ എന്ന് തരുമെന്നോ ഇത് എൻ്റെ പൈസ അല്ലെന്നോ ഒന്നും അവരടുത്ത് പറയാറില്ല. ഇതിൽ തിരിച്ചു തന്നവരുണ്ട്, തരാത്തവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഷ്ടത്തിൽ കൂടെ വന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു കഷ്ടം കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ആരെയും സഹായിക്കുക എന്നുള്ള ഒരു പ്രവണത കൊച്ചുനാൾ മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ നിലവാരത്തിൽ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ പക്ഷേ ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചില്ല. ദൈവം ആരെന്നുള്ള തിരിച്ചറിവില്ല. ഒരു വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടില്ല, കൂടെ പഠിച്ച കുട്ടികളാരും പറഞ്ഞിട്ടില്ല, ഒരു സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു ദൈവത്തെപ്പറ്റി എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പക്ഷേ ഈ ദൈവം എന്നെ കൊച്ചുനാൾ മുതലേ
എന്നെ കണ്ട് എന്നെ നോക്കി എന്നെ നടത്തിയ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ അപകടങ്ങളെല്ലാം ജീവിതത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ അവിടെയെല്ലാം ഞാൻ അറിയാത്ത ഒരു ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവസാനം കടഭാരങ്ങൾ വന്ന് കയറി, കടം വന്ന് അല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയിലായി സ്ഥാപനങ്ങൾ ഓരോന്നോരോന്ന് വിറ്റ് കടങ്ങൾ തീർക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവസാനം വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്ത ഒരു 5000, 10000, 50,000 റിയാലിൻ്റെയൊക്കെ സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു വിദേശി പെട്ടെന്ന് മേടിക്കും. ലക്ഷക്കണക്കിന് മുതൽ മുടക്ക് വരുന്ന സ്ഥാപനങ്ങളൊന്നും പെട്ടെന്ന് വിദേശികളാരും മേടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ഥാപനം അവസാനം എനിക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥാപനം വിൽക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. 5-6 മാസം അല്ലെങ്കിൽ ഞാൻ വളരെ ഭാരപ്പെട്ട് ആ സ്ഥാപനം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി, ലൈസൻസ് മാറ്റി, വാടകയ്ക്ക് സ്റ്റോപ്പ് എടുക്കുന്നു, ഇതിങ്ങൾക്ക് കുറേ പൈസകൾ മുടക്കി ആക്കി. പക്ഷേ ആ സ്ഥാപനം ഒരു പാകിസ്ഥാനികൾ ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന പാകിസ്ഥാനികൾ ഈ സ്ഥാപനം മേടിക്കാൻ തയ്യാറാകുന്നു. അല്ലെങ്കിൽ എൻ്റെ സ്പോൺസറുടെ അടുക്കൽ വരുന്നു, സംസാരിക്കുന്നു. സ്പോൺസറുടെ പേരിലാണല്ലോ സൗദി അറേബ്യയിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. സ്പോൺസറിന് മാസം 1500 റിയാൽ കഫാലത്ത് കൊടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. അല്ലെങ്കിൽ ഈ പാകിസ്ഥാനികൾ വന്ന് അറബിയുടെ കൂടെ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഇവന്മാർ റിയാൽ കയ്യിൽ പൈസ ആയിട്ടാണ് വന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. കച്ചവടം ഒതുക്കുന്നത് 2.5 ലക്ഷം റിയാൽ മുതൽ മുടക്കുള്ള സ്ഥാപനം 1,66,000 സൗദി റിയാലിന് ബിസിനസ് ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ആ മേശപ്പുറത്ത് വെച്ച് അപ്പം തന്നെ ഇവന്മാർ പൈസ എണ്ണി റെഡിയാക്കി കെട്ടി അറബിയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും അറബിയായിട്ടുള്ള ആ ബന്ധം വെച്ച് അല്ലെങ്കിൽ അവൻ്റെ ഒരു മകനെ പോലെ എന്നെ അവൻ കരുതുന്നുണ്ട്. ഞാൻ അതേപോലെ എൻ്റെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു അറബിയാണ്. ഒരിക്കലും അവൻ എന്നെ പറ്റിക്കുമെന്ന് ചതിക്കുമെന്നൊന്നും എനിക്ക് ഒരു സംശയമില്ല. അല്ലെങ്കിൽ എൻ്റെ കടഭാരങ്ങളെല്ലാം അവനറിയാം. അപ്പോൾ ഈ കടം വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയല്ലേ ഇത് വിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പൈസ അല്ലെങ്കിൽ 2000-ൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന വലിയൊരു സംഭവമാണ്. ഇന്ന് 26 വർഷമായി ഇതിൽ നിന്ന് ഒരു നയ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. 1,66,000 സൗദി റിയാൽ അല്ലെങ്കിൽ സ്വത്രം 2000-ൽ 26 വർഷങ്ങൾക്ക് മുമ്പ് അറബിയുടെ കയ്യിൽ പെട്ടുപോയി. ഇത് നാട്ടുകാരെ നിന്ന് പലിശയ്ക്ക് എടുത്തതും റോളിനെടുത്തതും അല്ലെങ്കിൽ കളക്ട് ചെയ്തതുമായിട്ടുള്ള പൈസയാണ്. അല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കടം തീർത്ത് പലിശ ഇടപാടെല്ലാം തീർത്ത് സ്വസ്ഥമായിട്ട് അല്ലെ നാട്ടിൽ വന്ന് NH റോഡിൽ വാങ്ങിച്ചിട്ട് ആ സ്ഥലത്ത് ഒരു ചെറിയ ബിസിനസ് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതാണ്. പക്ഷേ ഈ പൈസ അറബിയുടെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ കടക്കാരെല്ലാവരും കൂടെ എന്നെ ചുറ്റി വളയാൻ തുടങ്ങി, പ്രശ്നങ്ങളാകാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ നാട്ടിൽ സമ്പാദിച്ചതെല്ലാം പവർ പറ്റോണി എഴുതി 2-3 കടക്കാർക്കായിട്ട് എഴുതി കൊടുത്തു. എല്ലാം എഴുതി കൊടുത്തിട്ടും കടം തീരുന്നില്ല. കാരണം തന്നവരെല്ലാം പലിശയുടെ പലിശയും കൂട്ടി വെച്ചിരിക്കുക. 9,000 റിയാൽ തന്നവന് 90,000 കൊടുത്തിട്ടും കടം തീരുന്നില്ല. പിന്നും കടം ബാക്കിയാണ്. അങ്ങനെ അല്ലല്ലേ വല്ലാത്തൊരു കടക്കാരനായി ഞാൻ മാറി. അല്ലേലിയ സ്വത്രം. അറബിയുടെ കയ്യിൽ പൈസ പെട്ടെന്ന് അറിഞ്ഞതോടുകൂടി എൻ്റെ സഹോദരങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകാർ എന്നെ വെറുക്കാൻ തുടങ്ങി, എന്നെ സ്നേഹിച്ചവർ വെറുക്കാൻ തുടങ്ങി. എല്ലാവരെയും മുമ്പിൽ എന്നെ പരിഹാസ വിഷയമാക്കി മാറ്റി നിന്ന് പരിഹാസം ആക്ഷേപമായിട്ട് മാറി. 1 രൂപ വരുമാനമില്ലാത്ത നിലവാരത്തിൽ ഞാൻ അവിടെ പെട്ടു. കുടുംബമായിട്ട് കഴിയുന്ന ഞാൻ നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലായി. ഭാര്യ മക്കളെയൊക്കെ വീട്ടിൽ കിടന്ന പഴയ ഫർണിച്ചറുകളും ഇരുന്ന പഴയ AC ഒക്കെ എടുത്ത് വിറ്റ് ടിക്കറ്റ് എടുത്ത് ജീവനോടുകൂടി അവരെ നാട്ടിൽ വിട്ടതിന് ശേഷം വീണ്ടും ഞാൻ അവിടെ അല്ലെങ്കിൽ ചെയ്യാത്ത ജോലികളൊക്കെ ചെയ്തു നോക്കി. അല്ലെങ്കിൽ ഈ ബാക്കി കടം തീർക്കാൻ വേണ്ടിയാണ്. കടം തീർന്ന് താടി വളർത്തി, ഇത്രത്തോളം താടി വളർത്തിയൊരു മനുഷ്യനാണ്. പഴയ ഫോട്ടോയെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്, അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. താടി വളർത്തി എന്തിനെന്ന് വെച്ചാൽ കടം തീർക്കാൻ വേണ്ടി മാത്രം താടി വളർത്തിയൊരു മനുഷ്യനായിരുന്നു. അല്ലേലുയ്യ സ്വത്രം. 2 വർഷം ഞാൻ കിടന്ന് ഒരുപാട് സാഹസപ്പെട്ട് പട്ടിണി, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല, 1 റിയാലിൻ്റെ റൊട്ടി മേടിച്ച് കഴിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഒരു ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം ചുറ്റുപാട് റൂമുകളിൽ നല്ല നിലവാരത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തവനായി ഞാൻ പട്ടിണിയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായി. സ്വത്രം. അല്ലേ ലുയ. അവിടെ
ഹല്ലേലൂയ, സ്തോത്രം. ഈ സഹോദരങ്ങളൊക്കെ അടുക്ക ചെന്നാൽ എനിക്ക് എന്ത് വേണമെങ്കിലും തരും. പക്ഷേ ഇവർ തന്നെ എന്നെ ആക്ഷേപിക്കുന്നത് എൻ്റെ ചെവി കൊണ്ട് കേൾക്കുക. അപ്പോൾ അവരെ ഒന്ന് മുമ്പിൽ പോയി കൈ നീട്ടാൻ എനിക്ക് എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിച്ച് ആർക്കും അറിയാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് വളരെ ഭാരപ്പെട്ട് പട്ടിണി ഹല്ലേലൂയ. ഈ മരണവെപ്രാളം എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അനുഭവിച്ച മനുഷ്യനെ ഞാൻ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ വിശപ്പ് കൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥകളിലൊക്കെ എത്തിയ രാത്രികാലങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പല കാര്യങ്ങൾക്കായിട്ട് റോട്ടിലോട്ട് ഇങ്ങനെ പല ആവശ്യത്തിന് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഈത്തപ്പനകളിൽ നിന്നും ഈത്തപ്പഴങ്ങൾ തൊഴിഞ്ഞ് വീണ് ഉണങ്ങി കിടക്കുന്ന പഴങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ പറക്കി പാക്കറ്റിട്ട് റൂമിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര മരണപ്പെടപ്പെട്ട വിശപ്പ് വരുന്ന സമയത്ത് ഈത്തപ്പഴം 2-3 എടുത്ത് വെള്ളത്തിയിട്ട് ഇട്ടേക്കും. അതിൽ നിന്ന് 2-3 ഈത്തപ്പഴം എടുത്ത് കഴിച്ച് പഞ്ചസാരയില്ലാത്ത തേയിലവെള്ളം ഇട്ട് കുടിച്ച് കിടന്ന അനേക രാത്രികളുണ്ട്. ഈ അവസ്ഥയിൽ എവിടെ ചെന്ന് ജോലി ചെയ്താലും അല്ലെങ്കിൽ അവർ പറയും വൈകിട്ട് റൂമിൽ കൊണ്ട് തരാമെന്ന് പറയും. 3 ദിവസം 4 ദിവസം അതിൻ്റെ പുറകെ നിൽക്കും, അത് കിട്ടത്തില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ജോലി ചെയ്താലും പൈസ കിട്ടത്തില്ല. എനിക്ക് തരാനുള്ളവരാരും തരത്തില്ല. അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ തന്നെ പറയുകയാണ്, അവന് കൊടുക്കരുത്, അറബി പറ്റിച്ചെന്ന് പറയുന്ന ചുമ്മയാണ്, അവൻ എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ട് മുങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് തരാനുള്ളവരെ ഇവർ പോയി തടയും. ഞാൻ കൊടുക്കാനുള്ളവരെ ഇവർ പോയി ചൂടാക്കി അവരെ ഒത്തിരി ഉത്സാഹിപ്പിച്ച് വിടും. നാട്ടിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഭാര്യ മക്കളും അവളുടെ സഹോദരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. അല്ലെങ്കിൽ 2 വീട് നഷ്ടപ്പെട്ട്, വണ്ടി നഷ്ടപ്പെട്ട്, സ്ഥലങ്ങൾ വാങ്ങിച്ച 3-4 സ്ഥലത്ത് വാങ്ങിച്ച സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ 1 രൂപ ഗതിയില്ലാതെ, 1 രൂപ വരുമാനം ഇല്ലാതെ, അറബിയുടെ കയ്യിൽ പൈസ പെട്ടതോടുകൂടി എല്ലാം തകർന്ന ഒരവസ്ഥയിൽ ആയി ഞാൻ. ഹല്ലേലൂയ. 2 വർഷം ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. എന്ത് ജോലി ചെയ്താലും പൈസ കിട്ടുന്നില്ല. പരിഹാസം, ആക്ഷേപം സഹിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ കഴിയും? പട്ടിണി. അല്ലെങ്കിൽ ആ നിലവാരത്തിലായപ്പോൾ ഞാൻ പിന്നെ ഒരു സ്വയം തീരുമാനമെടുത്ത്, ഇനി ഈ ലോകത്തെ ജീവിതം എനിക്ക് മതി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അവരെ ആയുസ് കൊടുത്ത് വളർത്തണമെങ്കിൽ വളർത്തട്ടെ. അവർ നാട്ടിലാണല്ലോ, അവരെന്നെ എങ്ങനെയെങ്കിലും അവർ ജീവിക്കുമെങ്കിൽ ജീവിക്കട്ടെ എന്നൊക്കെ ഉള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഞാൻ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് വളരെ സത്യസന്ധമായ സാക്ഷ്യമാണ് ഞാൻ പറയണത്. ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. എൻ്റെ പഴയ ഫോട്ടോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്വയം സൗദി അറേബ്യയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു. തീരുമാനം എടുത്തപ്പോൾ ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളെ വെറുതെ വിടത്തില്ല. അല്ലെങ്കിൽ എനിക്ക് തരാനുള്ളവരാരും തരത്തില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരപരമായപ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുക്കാൻ ഗതിയില്ലാതെ പോയ ഒരു പിതാവാണ് ഞാൻ. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ ഈ കുഞ്ഞുങ്ങളെ മേൽ വലിയൊരു ഭാരം ഞാൻ പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് ചിന്തിച്ച് വന്നപ്പോൾ, എനിക്ക് കിട്ടാനുള്ള പൈസകളും കൊടുക്കാനുള്ള പൈസകളും തെളിവ് സഹിതം രേഖ എഴുതി വെക്കാൻ തക്കവണ്ണം ഞാൻ ഒരു തീരുമാനം എടുത്ത്. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് തലയ്ക്ക് വട്ടാണ്. കാരണം ഇങ്ങനെ സംഭവിച്ചതും കൊടുത്തതും വാങ്ങിയതും അധ്വാനിച്ച് സമ്പാദിച്ചതും എല്ലാം ഓർത്ത് വന്നപ്പോൾ, അറബിയുടെ കയ്യിൽ പൈസ പെട്ടതും ഒക്കെ ഓർത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ചിന്തകൾ ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളായി ജീവിതത്തിൽ മാറി. ഉറക്കമില്ലാത്ത രാത്രിയായി വരുമ്പോൾ, അല്ലെങ്കിൽ അവസാനം തലയ്ക്ക് വട്ടായി മാറി, ഭ്രാന്തനായി മാറി. പലപ്പോഴും യാത്ര ചെയ്യണ സമയങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ലക്ഷ്യം വിട്ടു പോകും. എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ ബോധം വരുമ്പോൾ അറിയാൻ വയ്യാത്ത സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. ആ നിലവാരത്തിൽ വട്ടനായി, ഭ്രാന്തനായി, സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ആശ്രയമില്ലാത്ത രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഇത്രയും താടിയും വളർത്തി അലഞ്ഞ് മനസ്സ് വെന്ത് നീറുന്ന അനുഭവങ്ങൾ ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നമ്മൾ ചെയ്ത നന്മകളും ചെയ്ത ഉപകാരങ്ങൾക്കും വിരുദ്ധമായി ഓരോരുത്തരിൽ നിന്നും കേൾക്കുന്ന ഓരോരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഡയറി എഴുതാൻ തീരുമാനിച്ചു. പക്ഷേ ഡയറി എഴുതാൻ ബോധം വരണ സമയത്ത് കുറച്ച് എഴുതും. ഇടയ്ക്ക് ബോധം നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു 15 ദിവസത്തെ സമയം കൊണ്ട് ഡയറി എഴുതി. ഒരു 15-ാം തീയതി ഡയറി എഴുതുന്നു,
30-ാം തീയതി ആയപ്പോൾ ഡയറി എഴുതിത്തീരുന്നു, ഈ പൈസ കിട്ടാനുള്ള കണക്കുകളും കാര്യങ്ങളും എഴുതിത്തീരുന്നു. 30-ാം തീയതി രാത്രി 12 മണിക്ക് സൗദി അറേബ്യയിൽ ഞാൻ താമസിക്കുന്ന റൂമിലുള്ള കൂട്ട് കിടക്കുന്നവരെല്ലാം മാർക്കറ്റിൽ ജോലിക്കാരായതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്കാരാണ്. അവർ ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനും നൈറ്റ് ഡ്യൂട്ടിക്ക് പോണവരാണ്. ഞാൻ മാത്രമേ റൂമിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് രാത്രി 12 മണിക്ക് സൗദി അറേബ്യയിൽ ഫാനിൽ തൂങ്ങി മരിക്കാൻ തക്കവണ്ണം ഉറച്ച തീരുമാനം എടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇരിക്കുന്നത്. ഞാൻ മരിക്കാൻ തീരുമാനമെടുത്തത് ലോകത്ത് ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയാവൂ. അങ്ങനെ രാത്രി 12 മണിക്ക് ഫാനിൽ തൂങ്ങാൻ തക്കവണ്ണം റൂമിനകത്ത് എല്ലാം ക്രമീകരിച്ച് ഞാൻ ഇരിക്കുക. പിറ്റേന്ന് 1-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇത്രയും ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ച് ഇതെല്ലാം നേടിയിട്ട് എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒന്നൊന്നായി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കടങ്ങൾ തീർക്കാൻ ഇനിയും കടം തീർക്കാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങളെ വളർത്താനും കഴിയത്തില്ല, അല്ലെങ്കിൽ ഇത്രയും വർഷം അല്ലെങ്കിൽ രായും പകലില്ലാതെ ഗൾഫ് രാജ്യത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയാത്ത ഒരു പാപിയായി മാറിയ ഞാൻ ഇനി ഭൂമിയിൽ എന്തിനു ജീവിക്കുന്നു എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ഞാൻ സ്വയം മരിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അന്ന് രാത്രി 12 മണിക്ക് സൗദി അറേബ്യയിൽ ഞാൻ താമസിക്കുന്ന റൂമിനകത്ത് ഞാൻ തൂങ്ങിച്ചാവാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച് എപ്പോഴോ 2 റിയാൽ കിട്ടിയ സമയത്ത് ഈ തീരുമാനം എടുത്തതിന് ശേഷം 2 റിയാൽ കൈ കിട്ടിയ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ആ 2 റിയാലിന് കയർ വാങ്ങിച്ച് കട്ടിലിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാത്രി 11:30 മണിയായപ്പോൾ ഞാൻ അന്ന് പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി കസേരയിലിരുന്ന് ഫാനിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. 12 മണിയാകുക ഫാനിൽ തൂങ്ങുക, 12 മണിയാകുക ഫാനിൽ തൂങ്ങുക, അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫാനിൽ രാത്രി 12 മണിക്ക് ഫാനിൽ തൂങ്ങി ചാവാൻ എല്ലാം രഹസ്യത്തിൽ ക്രമീകരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന. ഞാൻ പറയട്ടെ, എന്നെ അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം എന്നെ കണ്ടിരുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സത്യമാണ് എൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം. 11:55 ആയപ്പോൾ ഞാൻ ഇരുന്ന റൂമിൽ ഒരു ആരോ വന്ന് കതവിൽ തട്ടുന്ന സൗണ്ട് കേട്ടു. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് എൻ്റെ സഹോദരങ്ങളോ നാട്ടുകാരോ എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വന്നതായിരിക്കും. കാര്യം പറയുമ്പോൾ അവരങ്ങ് പോകുമെന്ന് പറഞ്ഞ് ചെന്ന് ഡോറ് തുറക്കുമ്പോൾ ആ ഡോറിൻ്റെ നടയിൽ സൂര്യപ്രകാശം പോലെ കത്തി ജ്വലിക്കുന്ന തേജസ്സോടു കൂടി ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ആ മനുഷ്യൻ എന്നെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യന് വന്നിരിക്കുക. അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയാണ് സുദർശനൻ ബ്രദറാണോ എന്നൊരു ചോദ്യം. ഞാൻ അതേ എന്ന് പറഞ്ഞ് ഉടനെ രണ്ടാമത് എൻ്റെ അടുത്ത് പറയാണ് സഹോദരനെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മരിക്കാനിരിക്കുന്ന എന്നെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് വെളിയിൽ നിൽക്കുക. സ്വർഗത്തിലെ ദൈവം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അയച്ച ദൂതനാണ് നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ വിളിച്ച് റൂമിലോട്ട് കയറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലിരുന്ന് പരിചയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ് സഹോദരന് ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് സർവ്വ കാര്യങ്ങളും അറിയാം. സഹോദരനെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം സഹോദരനെ രക്ഷിക്കും. നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന സംഭവം 2002 സൗദി അറേബ്യയിൽ പ്രാർത്ഥനയെ പറ്റി എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ മുസ്ലിം പള്ളികളും അവിടുത്തെ നിസ്കാരങ്ങളും മാത്രമേ അറിയാവൂ. അതിനപ്പുറം വേറൊരു പ്രാർത്ഥനയെ പറ്റി എനിക്കറിയത്തില്ല. ഹിന്ദു പ്രാർത്ഥനയാണ്, മുസ്ലിം പ്രാർത്ഥനയാണ്, ക്രിസ്ത്യൻ പ്രാർത്ഥനയാണെന്നൊന്നും ഞാൻ തിരക്കിയില്ല. ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തയ്യാറെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അന്ന് വന്ന ആ മനുഷ്യൻ എൻ്റെ കൂടെ അന്ന് റൂമിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഈ മനുഷ്യൻ എനിക്ക് ടാക്സിക്ക് എനിക്കും കൂടെ പൈസ കൊടുത്ത് പുള്ളി പ്രാർത്ഥനയ്ക്ക് പോകുന്ന സിറ്റിയിലുള്ള ഒരു ചർച്ചിൽ എന്നെ കൊണ്ടുപോയി. ഇത് എറണാകുളത്തുള്ള ഒരു അച്ചായനാണ്. പിറവോ എന്ന് പറയുന്ന പേരുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അച്ചായനാണ്. ഇലിയാസ് എന്നാണ് അച്ചായൻ്റെ പേര്. ഈ അച്ചായൻ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്. അച്ചായൻ അവിടെ ഹോട്ടലിൽ കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അച്ചായനാണ്. പല ഹോട്ടലുകളിലും പോയി ജോലി ചെയ്തിട്ട് പൈസ കിട്ടാത്തതുകൊണ്ട് ആ പൈസയ്ക്ക് മകളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് പൈസ കിട്ടാത്തത് കൊണ്ട് ഈ ജോലി നിർത്തി പുള്ളി പോകുന്ന ചർച്ചിൽ വന്ന്
ഉപവാസത്തോടു കൂടി കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു. രാത്രി ഈ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഉപവാസം കഴിഞ്ഞ് രാത്രി ആഹാരം കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മുട്ടുമേലിരുന്ന് ജോലിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പുള്ളിയുടെ നേരെ മുഖാമുഖമുള്ള ചെവരിൽ ദൈവം എൻ്റെ പേരും എൻ്റെ സ്ഥലവും ഞാൻ എഴുതി കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ സുദർശനൻ അത്തിക്ക എന്ന് എഴുതി കാണിച്ചു കൊടുത്ത്. ഇത് കേട്ടപ്പോൾ പുള്ളി വിചാരിച്ചു പുള്ളിക്ക് ജോലി റെഡിയായെന്ന് പറഞ്ഞ് രാത്രി ടാക്സി പിടിച്ച് പുള്ളി എന്നെ തിരക്കി വന്ന് ആണ് ആ മനുഷ്യൻ. അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് പറഞ്ഞ ചരിത്രങ്ങളാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ മുഖാന്തരം അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ ചർച്ചിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു പാസ്റ്ററാണ്. അല്ല, ഈ രാത്രി ഞാൻ അറിയാതെ ഈ അച്ചായൻ ഈ പാസ്റ്റർ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു, നാളെ പകൽ റൂമിലുണ്ടാകുമോ, ഞാനൊരു സഹോദരനായിട്ട് വരും, സഹോദരൻ്റെ പേര് സുദർശൻ എന്നാണ്, പാസ്റ്റർ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഈ പാസ്റ്റർ രാത്രി തന്നെ എൻ്റെ പേര് വെച്ച് പുള്ളി ഇരുന്ന ചർച്ചിലിരുന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഈ അച്ചായൻ്റെ കൂടെ ചെല്ലുന്ന ഞാനാണെന്ന് മനസ്സിലായപ്പോൾ സുദർശനൻ ആണെന്ന് മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സുദർശനം ബ്രദറാണെന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പാസ്റ്റർ പറയണം, ഞാൻ പാസ്റ്റർ റൂമിനകത്ത് കയറിയില്ല, ഞാൻ റൂമിൻ്റെ പുറത്ത് പാസ്റ്റർ റൂമിനകത്ത് നിന്നുകൊണ്ട് പറയാണ്, സഹോദരൻ ഞാൻ ഇന്നലെ രാത്രി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം സഹോദരനെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, കേരളത്തിൽ എനിക്കുണ്ടായിരുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള വഴി, വീടിൻ്റെ മുമ്പ് വശത്തുള്ള റോഡ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ കുളിമുറി, കിണർ, ഇങ്ങനെയുള്ള പ്ലാൻ ഭരിച്ച് എൻ്റെ ജീവിതത്തിലെ സർവ്വ സംഭവങ്ങളും അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്ന കാര്യം ഒഴികെ സർവ്വ കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ ദൈവദാസന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അല്ലേലിയ, തമിഴ്നാട്ടിലുള്ള ഒരു പാസ്റ്റർക്ക് കേരളത്തിലുള്ള എന്നെ പറ്റി രാത്രി പരസ്പരം അറിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന റൂമിലിരുന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇത്രയും കൃത്യമായ കാര്യങ്ങൾ ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഓരോരോ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വയ്ക്കാൻ തുടങ്ങി. ഇവിടെ എന്തോ പ്രത്യേകതയുണ്ട്, ഇത്ര കൃത്യമായി എൻ്റെ ഈ കാര്യങ്ങൾ ഈ മനുഷ്യൻ പറയണമെങ്കിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നാൻ തുടങ്ങി. എനിക്ക് അവിടെ മുതൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരടുക്ക പോയിട്ടുണ്ട്, ഒരുപാട് പോറ്റിമാരടുക്ക പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചരിത്രവും കറക്റ്റ് പറഞ്ഞ് ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ഒരു ഇരുമ്പ് പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഇത്ര ഒരു കെട്ട് ജ്യോത്സ്യന്മാരൊക്കെ പോയ ലിസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ആരും ഒരു കറക്റ്റ് കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ പറയുന്ന ഇത്രയും കറക്റ്റ് കാര്യമെന്ന് കേൾക്കും തോറും എൻ്റെ ഉള്ളിൽ ജീവൻ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ റൂമിനകത്തോട്ട് കയറി ഈ പാസ്റ്റർ പരിചയപ്പെട്ടു, പാസ്റ്ററുടെ സാക്ഷ്യങ്ങൾ കുറേ കേട്ടു. പാസ്റ്റർ ഒരു മന്ത്രവാദിയുടെ മകനായിരുന്നു, 5 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ദൈവം തൊട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട തമിഴ്നാട്ടിലുള്ള ഒരു ഹൈന്ദവനായ ഒരു പാസ്റ്റർ അടുക്കെയാണ് ദൈവം എന്നെ കൊണ്ടുപോയത്. അപ്പം ഞാൻ പുള്ളിയുടെ സാക്ഷി കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ധാരാളം വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ, സഹോദരാ, ലോകത്ത് ആകാശവും ഭൂമി സർവചരാചരങ്ങൾ സൃഷ്ടിച്ച ഒരു ദൈവം, ഹല്ലേലൂയ, ആ ദൈവം കർത്താവായി യേശു ക്രിസ്തുവാണ്. സഹോദര, യേശു ക്രിസ്തു ദൈവമെന്ന് സഹോദരൻ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ഹല്ലേലൂയ ഞാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരന് എവിടെ എന്ത് നഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടിയായി മടക്കി തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സഹോദരന് ഹല്ലേലൂയ എവിടെ നിന്ദിക്കപ്പെട്ടോ ആ സ്ഥലത്ത് സഹോദരനെ ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആ ദൈവം കർത്താവായി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ദൈവമെന്ന് സഹോദരൻ വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് അന്ന് വിശ്വസിക്കാൻ തയ്യാറായി. കാര്യം രാത്രി എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം മുതൽ ഈ ദൈവദാസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഒരു ദൈവമുണ്ടെന്നും ഞാൻ രഹസ്യത്തിൽ ആത്മഹത്യ തീരുമാനം എടുത്തത് കണ്ട ദൈവം യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറായി. അങ്ങനെ അല്ലെങ്കിൽ അന്ന് അവരുടെ പ്രാർത്ഥന റൂമിൽ എന്നെ മുട്ടുമേലിരിക്കാനായിട്ട് കാണിച്ചു തന്നു. ഞാൻ അന്ന് ദൈവസന്നിധിയിൽ മുട്ടുമേലിരുന്നു. അവർ വന്ന അച്ചായനും ഈ പാസ്റ്ററും എനിക്ക് മാറി
മാറി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പാസ്റ്റർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം. ഇന്ന് മുതൽ സഹോദരൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് നോക്കും, രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, വചനം അറിയത്തില്ല, ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല, ബൈബിൾ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല. എങ്കിലും ഈ പാസ്റ്റർ പറഞ്ഞു തന്നതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞ് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ 2002 സൗദി അറേബ്യയിൽ വെച്ച് എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന കഴിഞ്ഞതും എൻ്റെ തലേന്ന് ഒരു പാറ ഉരുണ്ടു പോകുമ്പോൾ എനിക്ക് തോന്നി. എൻ്റെ തലയിലെ വട്ട് എൻ്റെ ദൈവം അന്ന് മാറ്റി. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ദൈവസേനയിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെ മുമ്പിലിരിക്കുന്ന. സ്തോത്രം. അങ്ങനെ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെയും ഈ കർത്താവിനെ സേവിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവവചനം പഠിച്ച് ശാസ്ത്രീയപരമായി പഠിച്ച് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, ഹല്ലേലൂയ, PG കോഴ്സിന് പോയി പഠിച്ചു, അല്ലെങ്കിൽ ദൈവവചനം പഠിച്ചു. ശാസ്ത്രീയപരമായി ദൈവമാരെന്ന് തെളിയിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഹല്ലേലൂയ. 2002 രക്ഷിക്കപ്പെടുന്നു, 2002 സ്നാനപ്പെടുന്നു. അല്ലെങ്കിൽ 6 വർഷം ഞാൻ, അല്ലെങ്കിൽ 5 വർഷം ഞാൻ ദൈവസന്നിധിയിൽ രായും പകലും ഇല്ലാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 2007 ദൈവം എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ചു. എന്നോട് ദൈവം സംസാരിച്ചു. അല്ലെങ്കിൽ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണെന്ന് ദൈവവചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ സ്വന്തമായി ദൈവസഭ തുടങ്ങി ഞാൻ. അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടി സ്വന്തമായി ദൈവസഭ തുടങ്ങി. ഹല്ലേലൂയ. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ ദൈവം എന്നെ ഉയർത്താനിടയായി. അത് കഴിഞ്ഞ് എൻ്റെ കടഭാരങ്ങൾ തീരുന്നവരെ അറബിയുടെ കയ്യിൽ നിന്ന് റിലീസ് മേടിച്ച് വേറൊരു കമ്പനിയിൽ ചേർന്ന് അല്ലെങ്കിൽ നിന്ന് 2015 വരെ രായും പകലും ഇല്ലാതെ ജോലി ചെയ്ത് കംപ്ലീറ്റ് കടം തീർത്ത്, 1 രൂപ കടമില്ലാത്ത നിലവാരത്തിൽ കടം തീർത്ത് ഞാൻ ദേശത്ത് കടന്നു വന്ന് അല്ലെങ്കിൽ ഫുൾ ടൈം കർത്താവിൻ്റെ വേല ചെയ്യുന്ന നിലവാരത്തിൽ ദൈവം എന്നെ മാറ്റി. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സഭാ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു 2016 മുതൽ. അതിനുശേഷം ഞാൻ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് ഒരു 7 കിലോമീറ്റർ മാറി ഒരു സ്ഥലം, ഒരു 23 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ സഭയുടെ പേരിൽ മേടിച്ചു. അവിടെ ഒരു ചർച്ച് പണിതു, അവിടെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായിട്ടുണ്ട്. ആ ദൈവദാസൻ്റെ പേര് രാജു ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അങ്ങനെ 2 ദൈവസഭയുടെ അല്ലെങ്കിൽ ശുശ്രൂഷകനായിട്ട് ദേശത്ത് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന പട്ടണം വർക്കല പട്ടണമാണ്. വർക്കല പട്ടണത്തെപ്പറ്റി അല്ലെങ്കിൽ കേരളീയർക്ക് അറിയാം. അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം പോലെയാണ് വർക്കല പട്ടണം. അവിടെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകുന്നു. അല്ലെങ്കിൽ 10, 25, 30 ആൾക്കാരോളം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്നാനപ്പെടുത്തി ദൈവത്തോട് ചേർക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാൻ വാങ്ങി ആലയം പണിത സ്ഥലത്ത് 3 വർഷം കൺവെൻഷൻ നടത്താൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്ന സർവരും എന്നെ ഓർത്ത്, ആ ദേശത്തെ ഓർത്ത്, എൻ്റെ ശുശ്രൂഷയെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ വലിയ മുഖാന്തരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്നാലും അല്ലെങ്കിൽ എന്നെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തെ, ദൈവം ആരെന്ന് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നും വ്യക്തമായി അനുഭവിച്ചത് കൊണ്ട്, അത് രുചിച്ചറിഞ്ഞത് കൊണ്ട്, അതൊന്ന് ഹല്ലേലൂയ പൊതുവിൽ സാക്ഷിയായി പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഈ വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന അല്ലെങ്കിൽ ക്രൈസ്റ്റ് ബ്ലസ്സസ് ടീമിനെ അല്ലെങ്കിൽ അതിൻ്റെ ചാനലിൻ്റെ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ദൈവദാസനെ കുടുംബമായി ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.